ജെറുസലേമിൽ യഹൂദ മാതാപിതാക്കന്മാരിൽ നിന്നാണ് ആഞ്ചലോസ് ഭൂജാതനായത്. തന്റെ ബാല്യത്തിൽ തന്നെ ആഞ്ചലോസ് ഏകാന്തതയോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അതിനാൽ ആഞ്ചലോസ് കാർമൽ മലയിൽ താമസിച്ചിരുന്ന സന്യാസികളുടെ ഗണത്തിൽ ചേർന്നു. അന്ന് പ്രിയോറായിരുന്ന വിശുദ്ധ ബ്രക്കാട്ട് കർമ്മലീത്ത സഭ സ്ഥാപിച്ചുവെന്ന് പറയാം. ജെറുസലേമിലെ പേട്രിയർക്ക് വിശുദ്ധ ആൽബർട്ട് പുതിയ സഭയ്ക്ക് വേണ്ട നിയമം എഴുതിയുണ്ടാക്കി. 1203 പുതിയ സഭ രൂപം കൊണ്ടപ്പോൾ ആഞ്ചലോസ് ആ സഭയിൽ അംഗമായി. പുതിയ നിയമസംഹിതയ്ക്ക് അംഗീകാരം വാങ്ങിക്കാൻ നിയുക്തനായത് പ്രയോർ ആഞ്ചലോസ് ആണ്. അദ്ദേഹം റോമായിൽ പോയി 3-ാം ഹോണോറിയോസ് മാർപ്പാപ്പയെ കണ്ട് കാര്യം ബോധിപ്പിച്ചു. അവിടെ നിന്ന് അദ്ദേഹം സിസിലിയായിൽ പോയി സുവിശേഷ പ്രഘോഷണം നടത്തി. തന്റെ വചന വ്യാഖ്യാനത്തിനു ശേഷം പാപകരമായ സാഹചര്യത്തിൽ കഴിയുന്ന ഒരു ദുർമാർഗിയെ ആഞ്ചലോസ് ശാസിച്ചു. ഇതിൽ കുപിതനായ പാപി ഫ്രയർ ആഞ്ചലോസിനെ വധിച്ചു. അങ്ങനെ ആഞ്ചലോസ് ക്രിസ്തുവിന്റെ രക്തസാക്ഷിത്വ മകുടം ചൂടാനിടയായി.